യു.ഡി.എഫ് സർക്കാരിന്റെ അവകാശ ലംഘനങ്ങൾക്കെതിരെ സർക്കാർ ജീവനക്കാരുടെ അനവധിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും കണ്ട മാസമാണ് ഫെബ്രുവരി. ബജറ്റിൽ ഉൾപ്പെടെ പുത്തൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ ജീവനക്കാരെ ചേർത്തുപിടിച്ച് ഇടതുപക്ഷം മുന്നോട്ടു പോകുമ്പോഴും വ്യാജ പ്രചാരണങ്ങളുടെയും മറ്റും അതിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമം ഇന്നും ഇക്കൂട്ടർ തുടരുകയാണ്. മാറി മാറി വന്ന യു.ഡി.എഫ് ഭരണകൂടങ്ങളൊക്കെയും സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾക്കുമേൽ കൈകടത്താനുള്ള പലവിധ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾക്കെതിരെ ജീവനക്കാർ തീർത്ത സമരജ്വാല കൊണ്ട് ചൂടേറിയ മാസം കൂടിയാണ് കടന്നുവന്നിരിക്കുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം ജീവനക്കാരുടെ ചുമലിൽ വെക്കുക എന്ന നയമായിരുന്നു യു.ഡി.എഫ് സർക്കാരുകൾ എല്ലാ കാലത്തും സ്വീകരിച്ചത്. 1983 കരുണാകരൻ സർക്കാരിന്റെ ലീവ് സറണ്ടർ വേതനം മരവിപ്പിക്കാനുള്ള നീക്കം ഈ നയത്തിന്റെ ഭാഗമായിരുന്നു. ജനുവരി 31 കൊണ്ടുവന്ന ഈ നീക്കത്തിനെതിരെ ഫെബ്രുവരി 1 തന്നെ ജീവനക്കാർ പ്രതിഷേധവും ധർണയും സംഘടിപ്പിച്ചു. എന്നാൽ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനു പകരം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനായിരുന്നു സർക്കാർ തീരുമാനം. ഇതേ തുടർന്ന് ക്രൂരമായ ലാത്തിചാർജിന് വിധേയരായി അനവധി ജീവനക്കാർ ആശുപത്രിയിലാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. കരുണാകരൻ സർക്കാരിന്റെ നയങ്ങളിലും നരനായാട്ടിലും പ്രതിഷേധിച്ച് ജീവനക്കാർ തൊട്ടടുത്ത ദിവസം സംഘടിപ്പിച്ച പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ ഭരണകൂടം മുട്ടുമടക്കുകയും ചെയ്തു. എ.കെ. ആന്റണി സർക്കാർ ഭരിക്കുമ്പോഴാണ് 2002 സർക്കാർ ജീവനക്കാരുടെ ഐതിഹാസിക പണിമുടക്കിന് കേരളം സാക്ഷിയായത്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിന്നും സർക്കാർ പിന്മാറുകയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെയുമുള്ള സംഘടിത പോരാട്ടമായിരുന്നു അത്. 32 ദിവസം നീണ്ടുനിന്ന പണിമുടക്കിനെതിരെ മർദ്ദനോപാധികൾ തന്നെയാണ് അന്നും യു.ഡി.എഫ് സർക്കാർ സ്വീകരിച്ചത്. കോൺഗ്രസ് അനുകൂല സംഘടനകൾ വരെ ഭാഗമായ പോരാട്ടത്തിനൊടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. കാലാകാലങ്ങളായി സർക്കാർ ജീവനക്കാരെ തഴയുന്ന യു.ഡി.എഫ് സമീപനം തുടരുമ്പോഴും അവരെ കൂടി ചേർത്ത് പിടിക്കുകയാണ് ഇടതുപക്ഷ ബദൽ. സാധാരണഗതിയിൽ 10 വർഷം കൂടുമ്പോൾ മാത്രം നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ 5 വർഷം കൂടുമ്പോൾ കൃത്യമായി നടപ്പിലാക്കി. ഒപ്പം DA/DR കുടിശ്ശികകൾ പൂർണ്ണമായും കൊടുത്തു തീർക്കാനും തീരുമാനിച്ചിരിക്കുന്നു. കൂടാതെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയേക്കാളും എന്തുകൊണ്ടും മികച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലും സർക്കാർ നയങ്ങളെ അവഗണിക്കുകയും വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന പ്രതിപക്ഷം ചെയ്യുന്നത് കാലാകാലങ്ങളായി അവർ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളുടെ തുടർച്ച തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.